ഔദ്യോഗികമായ മലപ്പുറം ജില്ലയിലെ തുടക്കമാണ് ഇന്നിവിടെ ചേരുന്നത്. നമുക്കറിയാം, മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാരുള്ളതും ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ളതും നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. നമ്മുടെ ജില്ലയിലെ വിവിധ താലൂക്കുകളുടെ വിവിധ ആസ്ഥാനങ്ങളിലായി മലപ്പുറം, നിലമ്പൂർ, തിരൂരങ്ങാടി, തിരൂർ, പൊന്നാനി എന്നിയിടങ്ങളിൽ വിവിധങ്ങളായ ക്യാമ്പുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അലീംകോയുടെ നേതൃത്വത്തിൽ. മലപ്പുറത്ത് വെച്ച് മലപ്പുറം സായംപ്രഭയിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ക്യാമ്പിൽ വയോജനങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളും എത്തിച്ചേരുകയും ആവശ്യമുള്ള വിവിധ സഹായ ഉപകരണങ്ങൾ ഏതെല്ലാമെന്ന് അസസ്മെൻ്റ് നടത്തുകയും എലക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരു 1.5 മാസം നമുക്ക് സമയമെടുത്തു. എലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അലീംകോ നമ്മുടെ എല്ലാ സഹായ ഉപകരണങ്ങളും നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആയതിൻ്റെ വിതരണമാണ് നമുക്കിന്നിവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ ജില്ലയിൽ നേരത്തെ സൂചിപ്പിച്ച 5 ഇടങ്ങളിലായി 534 പേർക്കാണ് സഹായ ഉപകരണങ്ങൾ അലീംകോ വിതരണം ചെയ്യുന്നത്. 2493 സഹായ ഉപകരണങ്ങളാണ് നൽകുന്നത്. ഏകദേശം 42 ലക്ഷത്തിലധികം രൂപയുടെ സഹായ ഉപകരണങ്ങളാണ് നമ്മളെ ജില്ലയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയും അലീംകോ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയിൽ നടത്തുന്നുണ്ട്. അടുത്ത ജനുവരിയിൽ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് 40% കൂടുതൽ ഭിന്നശേഷിയുള്ള മുതിർന്ന ആളുകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ട സഹായ ഉപകരണങ്ങളും അലീംകോയുടെ നേതൃത്വത്തിൽ നമുക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കൂടാതെ നമ്മുടെ അലീംകോയുടെ ഒരു ബ്രാഞ്ച് മലപ്പുറം ജില്ലയിൽ തുടങ്ങാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളും കൂടി ഇന്നത്തെ ഒരു ചർച്ചയിൽ വരുന്ന കാര്യമാണ്. ഞാൻ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ഇന്ന് ഈ അലീംകോയുടെ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള വയോജനങ്ങൾക്കായിട്ടുള്ള സഹായ ഉപകരണ വിതരണം നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട മുജീബ് കാടേരി സാറാണ്. ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല, മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ കൂടിയാണ് ബഹുമാനപ്പെട്ട ശ്രീ മുജീബ് കാടേരി സാർ. ഭിന്നശേഷി മേഖലയിലും അതുപോലെ വയോജന മേഖലയിലും വളരെയധികം പ്രവർത്തനങ്ങൾ കേരളത്തിന് മുഴുവൻ മാതൃകയാവുന്ന രീതിയിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ്റെ നേതൃത്വത്തിലായിരുന്നു. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വയോജനങ്ങളെ ടൂറ് കൊണ്ടുപോയിട്ടുള്ള ചെയർമാനാണ് നമ്മുടെ മുജീബ് കാടേരി സാർ. സാറാണ് ഇന്ന് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു സന്തോഷം, വേറൊരു സംഗതി അറിയിക്കാനുള്ളത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ മുജീബ് കാടേരി സാറിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ഒരു വയോജന കേന്ദ്രം കാവുങ്ങലിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളും സാറിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അങ്ങനെ വയോജന മേഖലയിലും ഭിന്നശേഷി മേഖലയിലും വിവിധ സാമൂഹ്യ പ്രവർത്തന മേഖലകളിലും നമുക്ക് എപ്പോഴും ചുറുചുറുക്കായി നമ്മുടെ കൂടെയുള്ള ബഹുമാനപ്പെട്ട മുജീബ് കാടേരി സാറാണ് മുനിസിപ്പൽ ചെയർമാൻ, മലപ്പുറം മുനിസിപ്പൽ ചെയർമാനാണ് ഇന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. സാറിനെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ പേരിലും അലീംകോയുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സർ, നമുക്ക് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് അലീംകോയുടെ ജൂനിയർ മാനേജറായിട്ടുള്ള ലിറ്റിൽ സർക്കാരാണ്. സാറ് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളെയൊക്കെ കോണ്ടാക്ട് ചെയ്യുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അധ്യക്ഷനായിട്ടുള്ളത് ബഹുമാനപ്പെട്ട ലിറ്റിൽ സർക്കാരാണ്. ലിറ്റിൽ സർക്കാരിനെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് കൂടെയുള്ളത് ആശംസകൾ അർപ്പിക്കുന്നത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ജില്ലാ കോർഡിനേറ്ററായിട്ടുള്ള അസീസാണ്. വയോജനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ പ്രവർത്തനങ്ങളും സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി നമ്മുടെ ജില്ലയിൽ കോർഡിനേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ശ്രീ അസീസിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്.
ശ്രീ അസീസിനെയും ആശംസകൾ അർപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കായി സ്വാഗതം ചെയ്യുന്നു. മലപ്പുറം ജില്ലയിലെ മലപ്പുറം ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ നമുക്ക് വയോജനങ്ങളുമായി ബന്ധപ്പെട്ട ക്യാമ്പ് സംഘടിപ്പിച്ചത് മുഴുവനായും ശ്രീമതി സാജിദയാണ്. സാജിദ വയോമിത്രം കോർഡിനേറ്ററാണ് മലപ്പുറം ജില്ലയുടെ. മലപ്പുറം ജില്ലാ വയോജന കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ശ്രീമതി സാജിദയെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെയും കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള അവർ നമ്മളുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരൂര്, കോട്ടക്കൽ, മലപ്പുറം ഉൾപ്പെടെയുള്ള വിവിധ വയോമിത്രം കോർഡിനേറ്റേഴ്സ് നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോളജിസ്റ്റ് അലീംകോ അഭിഷേക് കുമാർ ആനന്ദ് നമ്മുടെ കൂടെയുണ്ട്. സാറിനെയും സ്വാഗതം ചെയ്യുന്നു. ട്രോമ കെയർ നമുക്ക് എടുത്തു പറയേണ്ട ഒരു വിഭാഗമാണ്. സാമൂഹ്യനീതി വകുപ്പുമായും ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനുമായും വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ട്രോമ കെയർ ജനറൽ സെക്രട്ടറി പ്രതീഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ ട്രോമ കെയർ ടീം രാവിലെ മുതൽ നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ ക്യാമ്പുകൾക്കും അവരാണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വയോജനങ്ങളെയും മുഴുവൻ സഹോദരങ്ങളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാം അധ്യക്ഷൻ വഹിക്കുന്നത് അലീംകോയുടെ ജൂനിയർ മാനേജറായിട്ടുള്ള ശ്രീ ലിറ്റിൽ സർക്കാരാണ്. സാറ് ഇംഗ്ലീഷിലായിട്ടും ആയിരിക്കും നമ്മളോട് സംസാരിക്കുക. അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ ലിറ്റിൽ സർക്കാരിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മഹത്തായ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ലിറ്റിൽ സർക്കാർ ജൂനിയർ മാനേജർ അലീംകോ, പ്രിയപ്പെട്ട സ്വാഗതം പറഞ്ഞ ജില്ലാ സാമൂഹ്യനീതിയുടെ ഓഫീസർ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ സമീർ മച്ചിങ്ങൽ, KSSM കോർഡിനേറ്റർ ശ്രീ അസീസ്, നമ്മുടെ വയോമിത്രത്തിൻ്റെ കോർഡിനേറ്റർ ശ്രീമതി സാജിദ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയമുള്ള നമ്മുടെ സഹോദരന്മാർ, വളരെ സന്തോഷമുള്ളൊരു ചടങ്ങിലാണ് പങ്കെടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അലിംകോ എന്ന് പറയുന്ന സ്ഥാപനവും നമ്മുടെ സാമൂഹ്യനീതി വകുപ്പും എല്ലാം ചേർന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി നൽകുന്ന സഹായ ഉപകരണങ്ങളുടെ വിതരണ ചടങ്ങിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥരോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും അർഹരായിട്ടുള്ള ഈ ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞതിലുള്ള നിങ്ങൾ കാണിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഞാൻ അഭിനന്ദിക്കുകയാണ്, സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 170ഓളം ആളുകൾക്ക് ഇന്ന് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ 110 പേരും മലപ്പുറം മുനിസിപ്പാലിറ്റിയിലുള്ളവരുണ്ട്. അതിൽ പ്രത്യേകമായിട്ടൊരു സന്തോഷം കാണുന്നു. കൂടെ നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തിലൊക്കെയുള്ള മുതിർന്ന ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വയോജനക്ഷേമ രംഗത്ത് സാധ്യമായ എല്ലാ നന്മകളും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ആ അർത്ഥത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു അവസരം കൂടി ഉണ്ടായിരുന്ന ഒരു എളിയ പൊതുപ്രവർത്തകരാണ്. ഏറ്റവും സംതൃപ്തിയുള്ള കാര്യം എന്താണെന്നോട് പത്രക്കാർ ചോദിച്ചു. ഇപ്പോൾ ഇത് കാലാവധി അടുത്ത് നാളെ പുതിയ സത്യപ്രതിജ്ഞ വന്ന് പുതിയ ടീം വരികയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിനം എനിക്ക് ഓർമ്മയിൽ 3184 വയോജനങ്ങളെ ഒരു ദിവസം കോട്ടക്കുന്നിൽ കൊണ്ടുവന്ന് രാവിലെ മുതൽ കൊണ്ടുപോയ ആ ടൂറ് കൊണ്ടുപോയ ദിവസത്തിനോളം എനിക്ക് സന്തോഷം ജീവിതത്തിൽ ലഭിച്ച മറ്റൊരു ദിവസമില്ല എന്ന് ഞാൻ എൻ്റെ ആ പത്രക്കാരോട് പറയുകയുണ്ടായി. കാരണം ഒരുപക്ഷെ അതിൽ പോകുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും, അതിൽ പോകുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. അത് അത്ര അധികം സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉമ്മയെ കൈപിടിച്ച് എവിടേക്കും കൊണ്ടുപോകുമ്പോൾ എനിക്ക് കിട്ടുന്ന സംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ ആ 3109 ആളുകളെയും കൊണ്ടുപോയപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായത്. നമ്മൾ മാത്രമല്ല, ഇവിടെ മലപ്പുറം നഗരസഭയിൽ നിങ്ങൾക്കറിയാം പകൽ വീട് എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. 5 റൂമുണ്ട്. അതിനകത്ത് 5 റൂമും AC ആക്കിയ ഇന്ത്യയിലെ ഏക പകൽ വീട് എന്ന് പറയുന്നത് നമ്മുടെ ആ പകൽ വീടാണ്. അതിൽ വേറൊരു സന്തോഷം കൂടി ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ആ പകൽ വീട്ടിൽ വരുന്നത്. ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ ദാരിദ്ര്യ ചുറ്റുപാടിലുള്ള നമ്മുടെ കോളനിയിലുള്ള സ്ത്രീകളാണ് അതിൽ ഭൂരിപക്ഷവും. അതിലേറ്റവും അഭിമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം മുമ്പ് ആ 29 അമ്മമാരെയും നമുക്ക് മറ്റിടത്തേക്ക് കൊണ്ടുപോയി. എവിടേക്കെന്നറിയോ?
വിമാനത്താവളത്തിൽ കൊണ്ടുപോയി കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് വിമാനം കയറ്റി ആ അമ്മമാരെ മുഴുവൻ നമുക്ക് വിമാനയാത്രയും സംഘടിപ്പിക്കാൻ കഴിഞ്ഞു മലപ്പുറം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ. ഹോർലിക്സും ബൂസ്റ്റും കോൺഫ്ലക്സും ഉൾപ്പെടെ 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും കിറ്റ് കൊടുക്കാൻ കഴിഞ്ഞു മലപ്പുറം നഗരസഭയിൽ 3 വർഷം തുടർച്ചയായിട്ട്. ഇനിയിപ്പോൾ ഇവിടെ നേരത്തെ പറയുണ്ടായി ആളുകൾ നോക്കാനോ മറ്റോ ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി അത്യാധുനിക സൗകര്യങ്ങളോടുള്ള ഒരു അഭയകേന്ദ്രം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കാനും ആളുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ അതുകൊണ്ട് വീട്ടുകാർ ഒഴിവാക്കണം എന്ന് ഒരിക്കലും പറയില്ല. വീട്ടുകാരുടെ ഏതെങ്കിലും ചുറ്റുപാടുകൊണ്ട് നോക്കാൻ ആളില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ള വലിയ സൗകര്യത്തോടുള്ള അഭയകേന്ദ്രം നമ്മൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു. അത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമ്മൾ അതിൽ ഏറ്റവും അർഹരായ ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനിരിക്കുകയാണ്. ഏതായാലും ഇവിടെ ഈ സഹായ ഉപകരണങ്ങൾ നമുക്ക് ഇതുകൊണ്ട് അവസാനിപ്പിക്കരുത്. എന്നോട് ഇതിൻ്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, പിന്നെ ഈ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം വഴി കൂടുതൽ പദ്ധതികൾ തരുന്നത് കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് സഹകരണം വേണം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് സഹകരണമാണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത്. അതേ എന്നോട് പറഞ്ഞത് നിങ്ങൾ മലപ്പുറത്ത് സൗകര്യമുള്ളൊരു ഓഫീസ് തന്നാൽ ഞങ്ങൾ എത്ര പേർക്ക് വേണമെങ്കിലും ഇനിയും തുടർന്ന് കൊടുക്കാമെന്ന്. ഞാൻ ആ ഉദ്യോഗസ്ഥനോട് പറയുണ്ടായി, ഐ വിൽ ഗീവ് യു ആൻ അഷുറൻസ് ദാറ്റ് whatever help you want from our side, definitely we will provide to you. എന്തെല്ലാമാണോ അവർക്ക് വേണ്ടത് നമ്മൾ കൊടുത്തിരിക്കും, ഒരു സംശയവും വേണ്ട. ആ ഓഫീസിന് വേണ്ട സൗജന്യമായ റൂം എൻ്റെ ഈ കാലാവധി നാളെ അവസാനിക്കുകയാണ്. അതിനുള്ള റൂം കൂടി കണ്ടെത്തി പുതിയ ചെയർപേഴ്സണോട് ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമെന്ന് ഞാൻ ഈ സദസ്സിന് നിർബന്ധമായി ഉറപ്പ് നൽകുകയാണ്. കാരണം നമ്മുടെ നാട്ടിലാണ് അതിൻ്റെ ഗുണം കിട്ടാനിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീ സർക്കാർജി, we will provide you sufficient location for you absolutely free of cost. There is nothing you will pay for that, definitely. അത് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമ്മൾ സൗജന്യമായിട്ട് കൊടുത്താൽ നമ്മൾ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറയുന്നത്. വയോജനങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന എല്ലാ സൗകര്യവും അത് മുതിർന്നവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായിട്ടൊരു സൽക്കർമ്മമാണ്. മുതിർന്ന ആളുകളോട് സ്നേഹം കാണിക്കുക എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ലക്ഷണമാണ്. ഒരു നാടിൽ കാരണം ഈ മുതിർന്നവരെന്ന് പറയുന്നത് ഇപ്പോൾ രാവിലെ വന്ന വയസ്സല്ല നമുക്കല്ലേ, ഇപ്പം നിങ്ങളിങ്ങോട്ട് വന്നതിന് ശേഷം ഒരു 3 മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി. അങ്ങനെ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ദിവസം കൂടുന്തോറും ഈ വയസ്സെന്ന് പറയുന്ന അവസ്ഥ ഭൂമിയിൽ ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ അവർക്കൊക്കെയുള്ള സാഹചര്യമാണ്, വരാനുള്ളതാണ്. അപ്പോൾ ഇന്ന് മുതിർന്നിട്ടുള്ള ആളുകളോട് നമ്മൾ എന്ത് ബഹുമാനവും ആദരവും കാണിക്കുന്നുവോ അതാണ് നാളെ നമ്മൾ ഓരോരുത്തരും വയസ്സാവുമ്പോഴും പ്രായമാകുമ്പോഴും സമൂഹം നമ്മോട് കാണിക്കുന്നത് എന്നുള്ളതൊരു ഉറച്ച വസ്തുതയാണ്. അതുകൊണ്ട് എന്തെല്ലാമാണോ ചെയ്തു തരാൻ പറ്റുന്നത് അത് വളരെ ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് പറയുന്നു. ഇനിയും നമുക്കിത് തുടർന്നുകൊണ്ടേയിരിക്കണം. എന്തെല്ലാം നന്മകളും ഗുണങ്ങളുമാണോ നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്നത് എല്ലാം നിങ്ങൾക്ക് ചെയ്തു തരാൻ ഞങ്ങൾ തുടർന്നും ഉണ്ടാവും. സാധാരണ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് എല്ലാവരും ഉറപ്പ് കൊടുക്കാറുള്ളത്. തെരഞ്ഞെടുപ്പും കഴിഞ്ഞു, വോട്ടും കഴിഞ്ഞു, ആളും തീരുമാനിച്ചു. ഇനി പറയുന്നു വോട്ടിനും വേണ്ടിയിട്ടൊന്നുമല്ല, നിങ്ങളോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഞങ്ങളുടെ കൂടി ഒരു ബാധ്യതയാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഈ നിങ്ങളുടെ സാക്ഷി നിർത്തി കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് MP-യുമായി കൂടി ചേർന്നൊരു ഡിസ്കഷൻ വെച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ നമുക്ക് തീരുമാനമാക്കാൻ ഞാൻ സൗകര്യപ്പെടുത്തിയ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം തരാം. നിങ്ങളിവിടെ ഒരു ഓഫീസ് തുടങ്ങണം. ഇവരിവിടെ ഓഫീസ് തുടങ്ങിയാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇടക്കിടക്ക് ഇതിൻ്റെ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയത് വേണമെങ്കിലും മറ്റൊക്കെ ഇവർ കൊല്ലത്തിലൊരിക്കൽ നടത്തുന്ന ക്യാമ്പിന് കാത്ത് കണ്ട മലപ്പുറത്ത് ഇവിടെ ഓഫീസിൽ പോയാൽ ഇദ്ദേഹം പറഞ്ഞത് ഓഫീസ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എപ്പോഴാണ് ആവശ്യം അപ്പോഴും വന്നാൽ അതിനുള്ള സൗകര്യം തരാമെന്നാണ്. കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്, നമുക്കും പ്രശ്നമില്ല, നാടിന് ഗുണമാണ്, ആളുകൾക്ക് ഗുണമാണ്. ഏതായാലും നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഈ കാലാവധിയുടെ സമാപന പരിപാടികളിൽ ഒന്ന് ഇതുപോലെ മുതിർന്ന ആളുകളുടെ ഒരു ചടങ്ങിലായി പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ഭാഗ്യമായി, ഒരു അനുഗ്രഹമായി കാണുകയാണ്. എല്ലാവിധ നന്മകളോടും നേരത്തെ എത്തിയ ആളുകളുണ്ടാവും, വിവിധ അവശതകളൊക്കെ ഉള്ള ആളുകളുണ്ടാവും. നിങ്ങളുടെ ഇരുത്തത്തിനൊക്കെ നിങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും എന്നെനിക്കറിയാം. ദീർഘിച്ചൊന്നും സംസാരിക്കുന്നില്ല. വയോജന ക്ഷേമരംഗത്ത് നിങ്ങൾ ഈ അലിംകോ കാണിച്ചിട്ടുള്ള എല്ലാ നല്ല സപ്പോർട്ടിനും ഞങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഇവിടെ സാമൂഹ്യനീതിയുടെ ഓഫീസറുണ്ട് ഷമീർ ഭായ്, വളരെ പോസിറ്റീവായി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുള്ള ഒരു ഓഫീസർ കൂടിയാണ്, നമ്മുടെ ജില്ലക്കാരൻ കൂടിയാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ അത് എടുക്കുന്ന സ്റ്റാൻഡ് സാധാരണ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കില്ലാത്ത അതിലുപരിയായിട്ടുള്ളൊരു സമീപന രീതിയാണ്. ഈ ഇരിക്കുന്ന ടീമൊക്കെയും ഞങ്ങളുടെ വയോമിത്രം കോർഡിനേറ്റർ ശ്രീമതി സാജിദ ആവട്ടെ, നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമായിരിക്കും. ഉദ്യോഗസ്ഥരെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. എങ്ങനെ പ്രവർത്തിക്കുന്നു മീൻസ് ഒരു തരത്തിലുള്ള അന്യായമോ, ഞാൻ എപ്പോഴും ഉദ്യോഗസ്ഥരോട് പറയാറുണ്ട്, ഇവർക്കറിയാം, ഞാൻ യോഗം വിളികളൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഒരു തിന്മയും ഒരു കുഴപ്പമുള്ള കാര്യങ്ങളും ചെയ്തു തരണ്ട, പക്ഷേ പറ്റുന്ന കാര്യങ്ങൾ അതൊരു ദിവസം കൂടെ ബുദ്ധിമുട്ടി ആക്കരുതെന്ന്. എൻ്റെ ഉദ്യോഗസ്ഥരും ഞാനും പലപ്പോഴും സാജിദക്കൊക്കെ അറിയാം. ഞാൻ ഇവരോട് പറയും, PSC എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ്. ഇത് എഴുതിയിട്ടാണ് ഈ ഓഫീസർമാരും ഉദ്യോഗസ്ഥരൊക്കെ വരുന്നത്. സർവീസ് എന്നാണ് അതിൻ്റെ മലയാളം സേവനമാണ്. സേവനത്തിന് താല്പര്യമുള്ളവൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സേവനത്തിൻ്റെ പരീക്ഷ എഴുതി ഉദ്യോഗസ്ഥനാകാൻ പാടുള്ളായിരുന്നു. ഞാൻ ജീവനക്കാരോട് കഴിഞ്ഞ 5 വർഷവും
എൻ്റെ ജീവനക്കാരും ഞാനും തമ്മിലുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു അഭിപ്രായ കുഴപ്പമുണ്ടെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. നമുക്ക് പേഴ്സണലി മറ്റൊരു താല്പര്യവും ആഗ്രഹവും പൊതുപ്രവർത്തകർക്ക് ഉണ്ടാവുകയും ചെയ്യരുത് എന്ന് നിർബന്ധ ബുദ്ധി പുലർത്തിയിട്ടുള്ള പൊതുപ്രവർത്തകരിൽപ്പെട്ടതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, എൻ്റെ ഓണറേറിയം 16,000 റുപ്യാണ്, അത് 16,001 ആവൂല എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്. കാരണം പൊതുപദവിയിൽ നിന്ന് കക്കുന്നവനും പോക്കറ്റടിക്കുന്നവനും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന് വിശ്വസിക്കുന്ന പൊതുപ്രവർത്തകന്മാരുടെ കൂട്ടത്തിലായിരുന്നതുകൊണ്ട് അഭിമാനത്തോടെ പറയാൻ പറ്റും, 5 വർഷം പൂർത്തിയാക്കിയിട്ടും എൻ്റെ ഗുരുതുല്യരായിട്ടുള്ള മാതാപിതാക്കളെയും എൻ്റെ എല്ലാ സ്നേഹജനങ്ങളെയും സാക്ഷി നിർത്തി പറയാൻ കഴിയും, 5 പൈസയുടെ അര ഗ്ലാസ് പച്ചവെള്ളത്തിൻ്റെ അന്യായം അറിഞ്ഞോ അറിയാതെയോ ചെയ്യാതെയാണ് ഞങ്ങൾ ഈ ദൗത്യം പൂർത്തീകരിച്ചത്. കാരണം ഇത് സൽക്കർമ്മമാണ്, ഇതിൻ്റെ ഗുണം കിട്ടാനിരിക്കുന്നത് മറ്റൊരിടത്താണെന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഈ നന്മകൾക്കൊക്കെ നിൽക്കുന്നത്. ഇവിടം കൊടുത്ത് ഇവിടം വാങ്ങുന്നതിന് പറയുന്ന പണി പൊതുപ്രവർത്തനം എന്നല്ല, ഇവിടെ കൊടുത്ത് വാങ്ങാനിരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റൊരു ഘട്ടത്തിലാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഈ പൊതുപ്രവർത്തനത്തിനെല്ലാം അടിമുടി ഞങ്ങൾ കണ്ടതും നടത്തിയതും നടപ്പിലാക്കിയതും. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഇതിന് പിന്തുണ നൽകിയ എല്ലാ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അലിംകോയുടെ ഓഫീസ് ഉദ്ഘാടനത്തിൽ കാണാമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വി വിൽ വെയിറ്റ് ഫോർ സർക്കാർജി, വി വിൽ വെയിറ്റ് ഫോർ യു. ദ നെക്സ്റ്റ് മീറ്റിംഗ് ഷുഡ് ബി ദ ഓപ്പണിംഗ് ഫോർ യുവർ ന്യൂ ഓഫീസ് ഇൻ ദ അലിംകോ. ഐ എക്സ്പെക്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. കേൾവി സഹായി ഫിറ്റ് ചെയ്യുന്നതിന് അത് നമ്മൾ ഇവിടെ തന്നെ ഫിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ഓഡിയോളജിസ്റ്റ് ഇവിടെ ഉണ്ട്. പുറത്തേക്ക് നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ തന്നെ അത് ചെയ്തു തരും. അതിനുശേഷം ചായ കുടിച്ചിട്ട് പിരിയാം. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ ലിറ്റൺ സർക്കാർ ജൂനിയർ മാനേജർ ഓഫ് അലിംകോയെ ക്ഷണിക്കുന്നു. നമസ്കാർ എവരിബഡി. എല്ലാവർക്കും നമസ്കാരം. On behalf of Alimco, Artificial Limbs Manufacturing Corporation of India, first of all, I would like to thank Sameer sir and Mr. Aziz. They have been of great help for doing this assessment camp. We did assessment camp for all the senior citizens of Malappuram district in the month of October. Okay, so with the help of District Social Justice Office and Kerala Social Security Mission, whereby we covered 5 taluks of Malappuram district. So after the assessment, the procedure is for distribution. So today we are here for the distribution program, and again thanks to District Social Justice Office, Kerala Social Security Mission, because of their continuous effort we could do this program. Out of this 5 taluk, today we are distributing to only Malappuram taluk, whereby there are 176 beneficiaries. Okay, and after this Malappuram today, from 23rd till 29th, we will be or 28th, we will be distributing in other taluk also. Balance 4 taluks are there. Thank you all for coming here, and just a request, we will be distributing the appliances in the dining hall. So if you can please come one by one, in a queue, so it will be easier, because only single door is there. It will be a bit difficult to distribute. So maybe volunteers, volunteers please, you can bring 15-20 people at a time. They will go, then balance 20 people, like that. It will be easier.
As you wish, as you wish. Okay. Thank you, Sameer sir. Thank you, Mr. Aziz. And thanks to the district administration. അലിംകോയും ജില്ലാ സാമൂഹ്യ നീതി വകുപ്പും ജില്ലാ സാമൂഹ്യ സുരക്ഷാ മിഷനും സംയുക്തമായി മലപ്പുറം ജില്ലയിൽ സംഘടിപ്പിക്കുന്ന ഈ വയോജന ഭിന്നശേഷി ഉപകരണ വിതരണ ക്യാമ്പ് ഇവിടെ ഔപചാരിക ഉദ്ഘാടനം ഇവിടെ സമാപിക്കുകയാണ്. ഈ ചടങ്ങ് സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ സാറിന് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൻ്റെയും സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെയും അലിംകോയുടെ പേരിൽ എല്ലാവിധ കൃതജ്ഞത അറിയിക്കുന്നു. നമുക്ക് ഈ വിഷയത്തിന് എല്ലാവിധ സഹായം ചെയ്യുന്നത് അലിംകോയാണ്. അലിംകോയുടെ ജൂനിയർ മാനേജറായ ലിറ്റിൻ സർക്കാർ സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹമാണ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വച്ച് അദ്ദേഹത്തിന് സാമൂഹ്യനീതി വകുപ്പിൻ്റെയും സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെയും പേരിൽ എല്ലാവിധ കൃതജ്ഞതയും അറിയിക്കുന്നു. നമുക്ക് ഈ ഉദ്ഘാടനം ചെയ്തു തന്നത് പരപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരിയാണ്. അദ്ദേഹത്തിനും സാമൂഹ്യനീതി വകുപ്പിൻ്റെയും അതേപോലെ സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെയും കൃതജ്ഞത അറിയിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാ വയോജനങ്ങൾക്കും ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും കൃതജ്ഞത അറിയിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ ഉപകരണങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾ പോകേണ്ടത്. ഒരു കാരണവശാലും നിങ്ങൾ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിയാതെ പോവരുത്. വിശിഷ്യ ഹിയറിംഗ് എയ്ഡ്, ചെവിക്ക് ഉപയോഗിക്കുന്ന ഹിയറിംഗ് എയ്ഡ് അത് ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ പോകേണ്ടത്. എല്ലാ കാര്യങ്ങളും കൃത്യത വരുത്തി പരിപൂർണമായി ഉറപ്പുവരുത്തിയതിന് ശേഷം പോവുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏകദേശം നമ്മൾ ജില്ലയിൽ തന്നെ ഏകദേശം 1000-ഓളം പേർക്കാണ് നമ്മൾ നൽകുന്നത്. അതിൽ വലിയൊരു ഭാഗം മലപ്പുറം ജില്ലയിലാണ് എന്ന് മാത്രം പറഞ്ഞ് ഈ ചടങ്ങിന് എല്ലാവിധ കൃതജ്ഞതയും നിങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഇനി വിതരണം ഇവിടെ ആരംഭിക്കുകയാണ്. ഞാൻ മരിയൻകുട്ടി, മലപ്പുറത്താണ്. എനിക്ക് അലിംകോ കമ്പനി സാമൂഹ്യ വകുപ്പും കൂടി ഈ വീൽ ചെയർ വളരെ ഉപകാരമായി. അതിൽ വളരെ സന്തോഷമുണ്ട്. VCR തന്ന സംഘാടകരോട് വളരെയധികം നന്ദി. പിന്നെ വളരെ ഉപകാരപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ പേര് ആസിയാണ്, ഞാൻ മലപ്പുറത്താണ്. അപ്പൊ ഈ VCR തന്ന സംഘാടകരോട് വളരെയധികം നന്ദി. ഖദീജായൻ അലിംകോ തന്ന ഈ സാധനം എനിക്ക് വളരെ ഉപകാരമുള്ളതാണ്. അതിന് വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് അലി KK. ഈ ഉപകരണം അലിക്കോ തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ ഇതോടെ നിറവേറും എന്നുള്ളത് എൻ്റെ കാര്യം ഉറപ്പാണ്. നമുക്ക് കിട്ടിയത് സാധനം വളരെ ഉപകാരമുണ്ട്. 4 ആൾ കൂടി വർക്കാൻ ഉണ്ടാക്കുകയാണ്. മറ്റുള്ളവർ പറഞ്ഞവർക്ക് കേൾക്കുന്ന വലിയ ഉപകാരമായി. നല്ല സന്തോഷമായി, വലിയ ഉപകാരമായി. ഇത് എൻ്റെ ഉമ്മാക്ക് കിട്ടിയ ഒരു സംഭവമാണ്. അപ്പോൾ ഈ അലിംകോ കമ്പനിക്ക് ഇതിൽ വളരെ നന്ദി പറയുകയാണ്.
കൃഷ്ണകുമാരി. ഞാൻ മഞ്ചേരിക്കടുത്ത് കാരക്കുന്നിലാണ് വീട്. ഇങ്ങനെ സഹായം ഉപകരണങ്ങൾ കിട്ടിയതിൽ സന്തോഷമുണ്ട്. കാരണം ആർക്കായാലും പ്രത്യേകിച്ച് സാധാരണക്കാരന് ഇതേപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ ഒന്നിച്ചു വാങ്ങാൻ പ്രയാസകരമാണ്. കിട്ടിയത് ഒരു വാക്കർ, പിന്നെ നീ ബെൽറ്റ്, പിന്നെ പുഷ്. എൻ്റെ പേര് പ്രീതി. ഞാൻ മൊറയൂർ പഞ്ചായത്തിലെ അരിമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഹസ്ബൻഡിന് സുഖമില്ലാതായിട്ട് സ്ട്രോക്ക് വന്നതായിരുന്നു. പിന്നെ ഒരു ഭാഗം ഇടതുവശം ആകെ തളർന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ 6 വർഷം കഴിഞ്ഞു, 7ാമത്തെ വർഷമാണ്. ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അയൽവക്കത്തുനിന്ന് ഞങ്ങൾക്ക് റോഡില്ല, അപ്പം ഇങ്ങനെ ഇടവഴിയാണ്. അപ്പം കൊണ്ടുവരാനൊക്കെ ചെയറിലൊക്കെ ഇരുത്തിയിട്ടായിരുന്നു റോഡിലേക്ക് എത്തിച്ചിരുന്നത്. പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് പിന്നെ വീൽ ചെയർ അത്യാവശ്യ ഘട്ടത്തിൽ അങ്ങനെ വാങ്ങലായിരുന്നു. ഇപ്പൊ ഇത് രണ്ടും കിട്ടിയതിൽ ഭയങ്കര ഇത് ഇങ്ങനൊരു ക്യാമ്പ് ഉണ്ടെന്നുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ അറിയിച്ചിരുന്നു. അപ്പൊ ഞാൻ സാമൂഹ്യനീതി വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരു അംഗൻവാടി ടീച്ചറാണ്. അപ്പൊ ഇതിന്റെ കീഴിൽ അറിയിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ എന്തായിരുന്നു സായംപ്രഭ ഹോമിൽ വെച്ചിട്ട് അതിന്റെ ക്യാമ്പ് നടന്നിരുന്നു. അന്ന് അവിടെ ചെന്ന് പേര് രജിസ്റ്റർ ചെയ്തപ്പോൾ അവര് 2 ദിവസം മുന്നേ വിളിച്ചിരുന്നു ഇങ്ങനെ വരണമെന്ന് പറഞ്ഞിട്ട്. ഭയങ്കര അലിംകോ ഇതും സാമൂഹ്യനീതി വകുപ്പില്ലായിരുന്നു. അപ്പൊ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. താങ്ക് യു. പാർവതി മേൽമുറി ചെറുപറമ്പ്. കാലിന് കിട്ടി, കൂരയ്ക്ക് വിറ്റ് കിട്ടി, പിന്നെ ഒരു വടിയും കിട്ടി. കിട്ടിയ സന്തോഷം. എന്താ പറയാ, നല്ലൊരു സന്തോഷമാണ്. പേര് അലി കേക്കെ. ചെവിയിൽ വെച്ചപ്പോൾ എടുത്തപ്പോൾ കുഴപ്പമില്ല, വെച്ചിട്ട് സൗണ്ടൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉപയോഗമൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് നോക്കേണ്ടി വരും. പിന്നെ കുഴപ്പമില്ല. വല്ല അലിംകോ ചെയ്ത കമ്പനി നല്ലൊരു നമുക്ക് വലിയ ആവശ്യപ്പെട്ട സാധനങ്ങൾ തന്നെയാണ്. നമുക്ക് നമ്മളെല്ലാ ആവശ്യങ്ങളും കുഴപ്പമില്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും എന്ന് കരുതുന്നു. അലിംകോ അതാ കമ്പനി. അത് കോഴിക്കോട്. എവിടെ? കോഴിക്കോടാ. നന്ദി, വളരെ നന്ദിയുണ്ട്. അങ്ങനത്തെ നന്ദിയുണ്ട്. കാരണം ഇത് സാധനമൊക്കെ ഇപ്പം നമുക്ക് വെറുതെ കിട്ടുന്നതല്ലേ. അലിംകോന്റെ കമ്പനീൻ്റെത് എന്ന് പറഞ്ഞാൽ ചില്ലറതൊന്നും അല്ലല്ലോ. അത് പൈസ കൊടുത്ത് വാങ്ങാൻ ഇപ്പോൾ കുറച്ചൊന്നും എല്ലാവരും തങ്കിയൊക്കെ ഉണ്ട്. വളരെ നന്ദിയുണ്ട്.